ഗെയ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചേമ്പും കാളുമൊക്കെ പറിച്ചത് ക്ലീൻ ചെയ്യുന്നിടത്ത് വെച്ചാണ് വീഡിയോ അവസാനിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ വേരും കാളും എല്ലാം പറിച്ച് നമ്മളിനി നേരെ അത് വേറൊരു പാത്രത്തിലോട്ട് അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ തോല് കളയുന്നതിന് മുന്നേ തന്നെ നമ്മളിത് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ കുറച്ച് മണ്ണും കാളുമൊക്കെ ആയിരിക്കും, അതുകൊണ്ട് നമ്മളിത് കഴുകിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ചിരണ്ടിയല്ല ഇതിൻ്റെ തോല് കളയുന്നത്, വേറൊരു രീതിയിലാണ്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് വെള്ളം നിറച്ചിട്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പിട്ട പാത്രം നിറച്ച് നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉരച്ച് കഴുകണം. ഇതിലെ മണ്ണ് ഫുള്ളായിട്ട് പോകണം. ഇത് അതിന് ഒരു തവണ കഴുകിയാൽ പോരാ, 3-4 വട്ടം കഴുകണം. ഞാൻ ഒരു തവണ കഴുകുന്നത് മാത്രം നിങ്ങളെ കാണിച്ചു തരുന്നുള്ളൂ. കാരണം എനിക്ക് ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് കഴുകുന്നത് ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ്. റെക്കോർഡും കാണുമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ച് ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 3-4 വട്ടം കഴുകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്യുവാണെങ്കിൽ ഒരു 3-4 വട്ടം കഴുകിയെടുക്കുക. എന്നിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ നേരെ അത് അടുക്കളയിലോട്ട് കൊണ്ടുപോയി അതിൽ വീണ്ടും വെള്ളം നിറയ്ക്കുക. നമ്മളിത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ തോലും കാണുമൊന്നും കളയുന്നില്ലേന്ന്. ഇത് ചിരണ്ടി എടുക്കുകയാണെങ്കിൽ ഒത്തിരി സമയം നമുക്ക് പോകും. പിന്നെ അത്രയും സമയം കുത്തിയിരുന്ന് ചിരണ്ടാനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ തന്നെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി നല്ല രീതിയിൽ തന്നെ വിട്ട് പൊക്കോളും. ഞാനിത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടി വിയിൽ നിന്ന് സൗണ്ട് കേട്ട് നേരെ പോയി നോക്കിയാൽ നമ്മുടെ ലാലേട്ടനായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയും കാണലൊക്കെ ഏതാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോയുടെ ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ലാലേട്ടൻ്റെ പേരും കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഗ്യാസും കാണലൊക്കെ കത്തിച്ച്, ഞാൻ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വലിയ ശ്രദ്ധയില്ലാത്ത രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷേ ഞാൻ നല്ല ശ്രദ്ധിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാസിന് കൊണ്ടുകൊണ്ട് നമ്മളിത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഫുട്ടേജ് ഞങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലായിരിക്കും വരുന്നത്. എനിക്ക് ഫുൾ ഫുട്ടേജ് ഈ ഒരു ഷോട്ടിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും കാണലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി കൂർക്കയല്ലേ ഇത് ചേമ്പ് എന്താവായെന്നറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെച്ച് ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.